എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബെലമിയെ ആ വില്ലനാണെങ്കിൽ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ തല്ലാണ്. ആ വില്ലനാണെങ്കിൽ കാണാൻ മെലിഞ്ഞുണങ്ങിയിട്ടാണെങ്കിലും അവന്റെ പവർ അത് ഭയങ്കരമാണ്. അവൻ വീണ്ടും ബെലമയെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ബെലമയാണെങ്കിൽ ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി സ്പ്രിംഗ് പവർ ഉപയോഗിച്ച് അങ്ങനെ ചാടി ഓടും. എത്രയും വേഗം ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഡോഫ്ലമിംഗോട് ഡയറക്റ്റ് ആയിട്ട് അവന് കാര്യം ചോദിക്കണം. പക്ഷെ ആ വില്ലനാണെങ്കിൽ ബെലമയെ പിടിച്ചു വലിച്ച് അവനെ അടിക്കുകയാണ്. ചോര തുളുമ്പി ബെലമി താഴെ വീഴും. നീ എവിടേക്ക് ഓടിയിട്ടും യാതൊരു കാര്യമില്ല, നിന്റെ അന്ത്യം അതെന്റെ കൈകൊണ്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവൻ അച്ചറം പൊച്ചറം അടിക്കും. ബെലമി രക്ഷപ്പെടാൻ പഠിച്ച പണി 18 നോക്കും. പക്ഷെ അവനാണെങ്കിൽ എല്ലാ പഴുതുകളും അടക്കുകയാണ്. ഇന്ന് നിന്റെ അവസാനത്തെ ഡേ ആണെന്ന് പറഞ്ഞ് ആ വില്ലൻ ഒരൊറ്റ ചവിട്ട് കൊടുക്കും. അപ്പോഴായിരിക്കും എന്തോ ഒരു പവർ അവനെ തടയുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുക. ആ പവർ ക്രിയേറ്റ് ചെയ്ത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ പച്ചത്തലയൻ. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പച്ചത്തലയനോട് പറയും, വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, ഇത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണ്. അതിനവൻ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂലൊന്നും ഇടപെടാൻ യാതൊരു താല്പര്യമില്ല, പക്ഷെ ഇപ്പൊ ഞാൻ വെറുതെ എന്റെ പവർന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. വില്ലൻ പല്ല് കടിച്ച് പച്ചത്തലയന് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവനോടൊപ്പം നിന്നെയും ഞാൻ തല്ലിക്കൊല്ലും. പച്ചത്തലയനാണെങ്കിൽ അപ്പോഴും അത് മൈൻഡ് ചെയ്യില്ല. അതിനാ വില്ലനാണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത ബാരിയറിൽ അച്ചരം പൊച്ചറം അടിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയം ഡീമൻ ടേഗ് അവനിപ്പോ ആ വില്ലനെ കോണ്ടാക്ട് ചെയ്യാണ്. അതിനവൻ പറയും, ഞാനിപ്പോ ബിസിയാണ്, ആ ബെലമിയെ അവനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവൻ പറയും, എത്രയും പെട്ടെന്ന് നീ ഇപ്പോ നമ്മുടെ സ്മൈൽ ഫാക്ടറിയുടെ അടുത്തേക്ക് പോകണം. അവിടെ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ഫാക്ടറിക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പോവാണ്. ഇവിടെ ബെലമിക്കാണെങ്കിൽ അവൻ ആ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡോഫ്ലമിഗോ തന്നെയാണ് ഇവന് ബെലമിയെ കൊല്ലാനുള്ള ഓർഡർ കൊടുത്തതെന്ന്. ആ വില്ലനാണെങ്കിൽ അപ്പോഴും കലി അടങ്ങില്ല. അവൻ എടുത്തു ചാടി ആ ബാരിയറിൽ ആഞ്ഞു ചവിട്ടും. പക്ഷെ എന്താ, അവന്റെ കാല് തകർന്നു പോകും. പച്ചത്തലേനാണെങ്കിൽ തീർത്തു പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ ഈ ബാരിയർ ഞാൻ വിചാരിക്കാതെ ആർക്കും തകർക്കാൻ പറ്റില്ല. നിനക്ക് ഓൾറെഡി ഇപ്പൊ ഒരു പുതിയ മിഷൻ കിട്ടിയില്ലേ, നീ അത് പോയി കറക്റ്റായിട്ട് ചെയ്യാൻ പറയും. അതിനവൻ ഫുൾ കലിപ്പില് അവിടുന്ന് ദേഷ്യപ്പെട്ട് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ബെലമയെ കാണിക്കും. അവനാണെങ്കിൽ ബോഡി മുഴുവൻ ചോരയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ബെലമി അവൻ ഒരു സെക്കൻഡ് ഡോഫ്ലമിംഗോയെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയാണ്. ഞാൻ നിന്നെ ഇത്രയധികം വിശ്വസിച്ചിട്ടും നീ എന്നെ ചീറ്റ് ചെയ്തു, എന്നെ കൊണ്ട് ഒരിക്കലും ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ നിർത്താതെ കരയാണ്. പച്ചത്തലേനാണെങ്കിൽ അവനോട്, നിന്നെ ഞാൻ മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കട്ടെ ചോദിക്കും. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, നമ്മൾ രണ്ടുപേരും ഓപ്പണൻസ് ആണ്, പിന്നെ നീ എന്തിനാ എന്നെ രക്ഷിച്ചേ? അതിനവൻ പറയും, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിച്ചത്, നീ എൻ്റെ ബാറ്റിൽ ബ്രദറാണ്, സോ എൻ്റെ ബ്രദറിനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാൽ എനിക്കത് നോക്കി നിൽക്കാനാവില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഫ്ലവർ ഹില്ല് കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ടോയ് സോൾജിയർ പറയും, ഈ ഒരു വലിയ പട്ടണത്തിന്റെ അടിയിൽ മറ്റൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ അണ്ടർഗ്രൗണ്ടിൽ വലിയൊരു കമ്പനിയുണ്ട്. അതെന്ത് കമ്പനിയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അവിടെയാണ് ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സിനെ ആ ഡോഫ്ലമിംഗോയുടെ ആൾക്കാർ പിടിച്ചുകൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ 1 വർഷമായി നിർത്താതെ കഷ്ടപ്പെട്ട് ഒരു കുഴി കുഴിച്ച് അവിടേക്ക് പോകാനുള്ള ഒരു വഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. നമ്മുടെ ഈ പ്ലാൻ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തും ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. മാത്രമല്ല ആ ഡോഫ്ലമിംഗോയുടെ അവന്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളിൽ പലരെയും ഇതുപോലെ ടോയ് ആക്കി മാറ്റിയത്. അവനെ കണ്ടെത്തി ഞങ്ങളെ പഴയതുപോലെ ആക്കണം. അവനെ കൊന്നു തള്ളിയ പലർക്കും നഷ്ടപ്പെട്ട മെമ്മറി അത് തിരികെ കിട്ടും. പിന്നീട് നമ്മുടെ ആയുധ ബലവും ആൾബലവും ഒക്കെ കൂടി നമുക്ക് ഈസി ആയിട്ട് ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാൻ പറ്റും. ഞങ്ങളെ ടോയ് ആക്കി മാറ്റിയത് ഒരു പെൺകുട്ടിയാണ്. അവള് ആ അണ്ടർഗ്രൗണ്ടിലുള്ള കമ്പനിയുടെ ട്രേഡ് സൈഡിലാണ് ഉള്ളത്. ഫുൾ ടൈം കയ്യില് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചായിരിക്കും അവള് നടക്കുക. അവൾ ആരെ തൊട്ടാലും ഞൊടിയിടയിൽ അവര് ടോയ് ആയിട്ട് മാറും. ആ ട്രബോളാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ആദ്യം ട്രബോളിനെ തകർക്കണം, അതിനുശേഷം അവളെയും. പ്ലാനൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുകയാണ്. വാവ്, തീർച്ചയായിട്ടും നമ്മളിത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ ടെസ്റോസ ഐലാൻഡ് അത് തിരികെ റിങ്കു ഫാമിലിക്ക് തന്നെ തിരികെ കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആ പാലസിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് വഴി അന്വേഷിക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ പച്ചത്തലേനെ കാണുക. പച്ചത്തലേനാണെങ്കിൽ ബെലമിയെ ഇപ്പൊ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവനെ കണ്ട് ഭയങ്കര ഹാപ്പി. ഹേയ് പച്ചത്തലയാ, എനിക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് പറയും. നമ്മുടെ പച്ചത്തലേനാണെങ്കിൽ
ലൂഫിയെ കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ താഴേക്ക് വീഴാണ്. അവൻ കണ്ണൊക്കെ തിരുമ്മി ലൂഫിയെ നോക്കും. ലൂഫിക്ക് ചുറ്റും ഇപ്പൊ എന്തോ ഒരു വെളിച്ചം. പൈററ്റ് കിങ് ആണോ അതോ പൈററ്റുകളുടെ ദൈവമാണോ എന്റെ മുൻപിൽ അവതരിച്ച് നിൽക്കുന്നത്? ലൂഫി അവന്റെ അടുത്തേക്ക് ഓടി വന്ന് പറയും, താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് ആയിട്ട് സോറോ എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് സോറോയുടെ അടുത്തേക്ക് പോകണം. അതിന് എക്സിറ്റ് എവിടെയാണെന്നാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പാലസിന്റെ എക്സിറ്റ് അതെവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോഴായിരിക്കും ബെലമി പറയാ, ഈ ഒരു പാലസിന് എക്സിറ്റ് ഇല്ല. ലൂഫി അത് കേട്ട് ഷോക്കായിട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ബെലമിയെ നോക്കും. ബെലമിയുടെ ബോഡി മുഴുവൻ ഒരുപാട് പരുക്കുകളും ബ്ലഡൊക്കെ അങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ബെലമിയാണെങ്കിൽ തീർത്തു പറയും, ഒരു രക്ഷയുമില്ല, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇവിടെ ഒരു എക്സിറ്റ് പോലും ഇപ്പൊ നിലവിൽ ഓപ്പൺ അല്ല. ലൂഫിക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവന് ഉറപ്പായാലും പുറത്തേക്ക് പോയേ പറ്റൂ. ലൂഫി ബെലമിയെ നോക്കി, നീ ആ ഡോഫ്ലമിംഗോടെ അസിസ്റ്റന്റ് അല്ലേ? തീർച്ചയായിട്ടും നിനക്ക് എക്സിറ്റ് എവിടെയാണെന്ന് അറിയാമായിരിക്കും. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഫുൾ കലിപ്പിൽ പല്ല് കടിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഡോഫ്ലമിംഗോടെ അസിസ്റ്റന്റ് ആണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയും. എനിക്ക് അവനോട് തീരാത്ത വെറുപ്പും അറപ്പുമാണ്. ഇനി ഇൻ കേസ് നിനക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യും, ഞാനും പുറത്തേക്കുള്ള വഴി തേടിയാണ് നടക്കുന്നതെന്ന് പറയും. ലൂഫിക്ക് അത് കേട്ട് സന്തോഷാവും. ഉടനെ അവൻ പൊറുപൊറുക്കും, ഞാൻ ഒരിക്കലും എൻ്റെ ബോസ് ഡോഫ്ലമിംഗോയെ ചതിക്കില്ല. എൻ്റെ ബോസ് ഡോഫ്ലമിംഗോ ആൾ എത്ര വൃത്തികെട്ടവനാണെങ്കിലും എന്നെ കൊണ്ട് ആളെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല. തലേനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നീ എന്തായി പറയണേ? അല്പം മുൻപല്ലേ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് നിന്നെ തല്ലി കൊല്ലാറാക്കിയത്, എന്നിട്ട് വീണ്ടും നീ അവന്റെ പിന്നാലെ പോവാണോ? അത് കേട്ട് അവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് മാത്രമേ ഞാൻ മുൻപോട്ട് പോകൂ. ലൂഫി പറയും, എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ ഫോളോ ചെയ്യാം. എന്റെ ഫ്രണ്ട്സ് അപകടത്തിലാണ്, എനിക്ക് എത്രയും വേഗം പുറത്തെത്തണം. പച്ചത്തലേനാണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ബോസ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് നിങ്ങളുടെ ബ്രദറിന്റെ ഈ ഡെവിൾ ഫ്രൂട്ടാണ്. നിങ്ങൾക്ക് പകരം ഫൈനൽസിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അത് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. അവരത് പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ ലൂഫിയുടെ മനസ്സിലും വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ തൊപ്പിത്തലയൻ, അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി അങ്ങനെ നടന്നു വരികയാണ്. ആ തൊപ്പിക്കാരനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൂഫിയോട് പറയും, ഒരു കാരണവശാലും ആ ഡെവിൾ ഫ്രൂട്ട് നിന്റെ കയ്യിലെത്താൻ ഞാൻ അനുവദിക്കില്ല. പച്ചത്തലയനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കും. മാസ്റ്റർ ലൂഫി അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്നല്ലെങ്കിൽ നാളെ പൈററ്റ് കിങ് ആവുന്ന ആളാണ് സ്ട്രോ ഹാറ്റ് ലൂഫി. മാത്രമല്ല ആ ഡെവിൾ ഫ്രൂട്ടിന്റെ യഥാർത്ഥ ഉടമ എയ്സിന്റെ ബ്രദറാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിനാണ് എന്തുകൊണ്ടും ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അവകാശപ്പെട്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് അദ്ദേഹത്തിന് നേടിക്കൊടുക്കും. തൊപ്പിക്കാരനാണെങ്കിൽ ഇപ്പൊ പച്ചമുടിനെ തള്ളി താഴെയിട്ട് ലൂഫിയുടെ അടുത്തു നിന്ന് നിൽക്കും. അതിനുശേഷം അവന്റെ മാസ്കും ക്യാപ്പും ഒക്കെ അഴിച്ച് ലൂഫിയെ കാണിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പുറത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അനിമൽസിന്റെ വേഷത്തില് ആരും അറിയാതെ നേവിക്കാരുടെ മുൻപിലൂടെ ഇപ്പൊ നൈസായിട്ട് അവിടുന്ന് പാസ് ചെയ്ത് പോവും. ലൂഫിയുടെ ഗെറ്റപ്പില് ഇപ്പൊ ആ തൊപ്പിക്കാരൻ അവൻ ചേഞ്ച് ആവും. ആ തൊപ്പിക്കാരൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. കട്ട് ചെയ്ത ഇപ്പൊ ഫിഷർ ടൈഗർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു പെണ്ണ്, അവളാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ വേഷത്തിലേക്ക് മാറിയ ആ തൊപ്പിക്കാരനെ കോണ്ടാക്ട് ചെയ്യാണ്. അവനാണെങ്കിൽ അവളോട് സംസാരിച്ച് ഇപ്പൊ ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് പോവാണ്. പച്ചത്തലയനും അവന് കട്ട സപ്പോർട്ട് കൊടുത്ത് പിന്നാലെ പോവും. ഇവിടെ ലൂഫി ആണെങ്കിൽ അവനെ ഓർത്ത് പൊട്ടിക്കരയാണ്. അവൻ ജീവനോടുകൂടെ ഉണ്ടാവുമെന്ന് ലൂഫി കരുതിയതേ ഇല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് എയ്സിന്റെ കല്ലറ കാണിക്കും. അവിടെയാണെങ്കിൽ 3 ഗ്ലാസ്സുകൾ. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും അതാരാണെന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.